ഇതേപോലത്തെ കൂടുതൽ സിനിമ വാർത്തകൾ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സമീപകാലത്ത് മികച്ച പ്രീ റിലീസ് ഹൈപ്പോടെ എത്തിയ ചിത്രമായിരുന്നു ഗുരുവായൂരമ്പല നടയില്. താരനിരയും സംവിധായകന്റെ മുൻ ചിത്രവുമായിരുന്നു അതിന് കാരണം. വന ജനപ്രീതി നേടിയ ജയ 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 ഹേയുടെ സംവിധായകന് വിപിൻ ദാസ് വീണ്ടും ബേസിലിനെ പ്രധാന കഥാപാത്രമായി ഒരുക്കുന്ന ചിത്രം. ഒപ്പം ആടുജീവിതം എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം മറ്റൊരു കേന്ദ്ര കഥാപാത്രമായി പൃഥ്വിരാജും. ആദ്യ ദിനം തന്നെ പോസിറ്റീവ് അഭിപ്രായം നേടാനായതോടെ ചിത്രം ബോക്സ് ഓഫീസിൽ കുതിക്കുകയാണ്. ഗുരുവായൂരമ്പല നടയില് 4 ദിവസം കൊണ്ട് 45 കോടിയിലധികം രൂപയാണ് ആഗോളതലത്തിൽ നേടിയിരിക്കുന്നത്. 15.55 കോടിയാണ് 3 ദിവസത്തെ ഓവർസീസ് കളക്ഷൻ. 4-ാം ദിവസം മാത്രം ചിത്രം കേരളത്തിൽ നിന്ന് 6 കോടിയിലധികം രൂപ നേടിയതായാണ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സിനിമയ്ക്ക് ലഭിക്കുന്ന പ്രതികരണം തുടരുകയാണെങ്കിൽ ഉടൻ തന്നെ ഗുരുവായൂരമ്പല നടയിൽ 50 കോടി ക്ലബിലേക്ക് കടക്കും. 2024 മലയാള സിനിമയിലെ മറ്റ് ബ്ലോക്ക് ബസ്റ്ററുകളായ മഞ്ഞുമ്മൽ ബോയ്സ്, പ്രേമലു എന്നീ ചിത്രങ്ങളുടെ ആദ്യ 2 ദിവസ കളക്ഷനേക്കാൾ 150% കൂടുതൽ കളക്ഷനാണ് ഗുരുവായൂരമ്പല നടയിൽ കരസ്ഥമാക്കിയത്. കൂടാതെ ഓവർസീസ് കളക്ഷനിൽ ആടുജീവിതം സിനിമയേക്കാൾ മുന്നേറ്റവും ഈ പൃഥ്വിരാജ് ബേസിൽ ജോസഫ് ചിത്രം നേടിയിട്ടുണ്ട്. വ്യാഴാഴ്ച റിലീസ് ചെയ്ത ചിത്രം വാരാന്ത്യത്തില് ഓരോ ദിവസവും കളക്ഷനിൽ മുന്നേറ്റം നടത്തിയിരുന്നു. ഇപ്പോഴത്തെ ചിത്രം മറ്റൊരു റെക്കോർഡ് കൂടി നേടിയിരിക്കുകയാണ്. മലയാളത്തിലെ ഈ വർഷം ഒരു ദിവസം ഏറ്റവുമധികം ഹൗസ്ഫുൾ ഷോകൾ നേടിയ ചിത്രമായി മാറിയിരിക്കുകയാണ് ഗുരുവായൂരമ്പല നടയിൽ. ഇതിന് 720-ലേറെ ഹൗസ്ഫുൾ ഷോകളാണ് ലഭിച്ചത്. ഇന്ത്യയിലെ കണക്കാണ്. ഇതിൽ 600 ഷോകളും കേരളത്തിലാണ്. കൂടാതെ ഇതുവരെ 20 ലക്ഷത്തിലധികം ആളുകൾ കണ്ട സിനിമ കൂടിയാണ് ഗുരുവായൂരമ്പല നടയില്.